ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി നാം എല്ലാവരും ഈ ഒരു ദിവസം അത് പ്രധാനപ്പെട്ട ഒരു ഭാഗം മാറ്റിവെച്ചിരിക്കുകയാണ്. അല്ലാഹു തആല അവന്റെ ദീനിനു വേണ്ടി സമയം വിനിയോഗിക്കുന്ന ആളുകൾക്ക്, അതിൻ്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ധാരാളക്കണക്കിന് വാഗ്ദാനങ്ങൾ, പ്രതിഫലങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അതെല്ലാം നല്ല നിയ്യത്തോടുകൂടി ഇരിക്കാനും അതെല്ലാം കരസ്ഥമാക്കാനും നാം ഏവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അത് നമുക്ക് നൽകുമാറാകട്ടെ. കുടുംബം, അതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇൻഷാ അല്ലാഹ് ആദ്യത്തെ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള ഇസ്ലാമിക കുടുംബത്തെ ചിട്ടപ്പെടുത്തുകയും അതിനനുസരിച്ച് നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൗഫീഖ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദൗത്യം, ഉത്തരവാദിത്തം അവർക്ക് ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നല്ല കുടുംബങ്ങൾ, അത് നല്ല ചുറ്റുപാട് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ്. നല്ല കുടുംബം നല്ല ചുറ്റുപാടുണ്ടാക്കുകയും ഇരുലോകത്തും, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, സമാധാനപൂർണമായ സക്കീനത്തുള്ള ജീവിതം അതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിന് ഓരോ കുടുംബവും, ഓരോ വീടും ഇസ്ലാമികമായ മര്യാദകൾ പൂർണ്ണമായി പാലിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ പൂർണ്ണമായ ഇസ്ലാമികമായ മര്യാദകളിൽ ഓരോ വീടും തയ്യാറായി കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും യഥാർത്ഥത്തിൽ ആ നാട് തന്നെ. നമ്മൾ പല ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച്, അതല്ലെങ്കിൽ ചില പ്രദേശങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എത്ര നല്ല ആതിഥ്യ മര്യാദയാണ് അവർക്കുള്ളത്, എത്ര നല്ല പെരുമാറ്റമാണ് അതിഥികളോടും മറ്റുമൊക്കെ അവർ കാഴ്ചവെക്കുന്നത് എന്ന് പൊതുവെ നമ്മൾ ചില പ്രത്യേക നാടുകളെ കുറിച്ചും സ്ഥലങ്ങളെ കുറിച്ചും ഒക്കെ കേൾക്കാറുണ്ട്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അത് ഉണ്ടായിട്ടുള്ളത്? അവരുടെ വീടുകളിൽ നിന്നും അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ ലഭിച്ചിട്ടുള്ള ചില മര്യാദകളാണ്. ഒരുവേള എല്ലാ വിഷയങ്ങളിലും അവർ പൂർണ്ണമായി പഠിച്ച ആളുകളൊന്നും ആയിരിക്കില്ല, പക്ഷെ ഒരു നല്ലൊരു ആതിഥേയത്വം, അതല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ
ഇസ്ലാമിക രാജ്യങ്ങളിലും മറ്റുമൊക്കെ പല യാത്രികന്മാരും മറ്റുമൊക്കെ പങ്കുവെക്കുമ്പോൾ എങ്ങനെയാണ് അവർക്കത് ലഭിച്ചിട്ടുള്ളത് എന്ന് ചിന്തിച്ചാൽ അത് അവരുടെ ചെറുപ്രായത്തിൽ നിന്ന് തന്നെ അവരുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. ഏതെങ്കിലും ഒരു നല്ലൊരു സ്വഭാവം തന്നെ ചെറുപ്രായത്തിൽ നമ്മുടെ മക്കൾ അത് കരസ്ഥമാക്കുകയാണ് എങ്കിൽ അത് തന്നെയും ഒരു നാടിനെയും ഒരു പ്രദേശത്തെയും ഒക്കെ മികച്ചവരാണ് എന്ന് ആളുകൾ വിലയിരുത്തുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായ ഇസ്ലാമിക മൂല്യങ്ങൾ ഓരോ മുസ്ലിമും ഓരോ കുടുംബവും പാലിക്കുകയാണ് എങ്കിൽ എത്ര മനോഹരമായിരിക്കും യഥാർത്ഥത്തിൽ ആ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന നാടുകളായി തീരുക. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പല നാടുകളിലും അവരുടേതായ പ്രദേശങ്ങളിലുമൊക്കെ ആ സൽസ്വഭാവങ്ങളോ അല്ലെങ്കിൽ ആ പഴയ പ്രതാപമോ ഇസ്സത്തോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരെയോ ചെറുപ്പക്കാരികളെയോ ഒരു നാടിനുള്ള മാതൃകകളായോ മുസ്ലിമീങ്ങൾക്കുള്ള ഒരു മാതൃകകളായോ പലപ്പോഴും നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കാത്തത് എന്ന് ചിന്തിച്ചാൽ ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ട് പഴയ കാലത്ത് ആ മുസ്ലിമീങ്ങളുടെ ആ വലിയ പ്രതാപം പലപ്പോഴും കാണുന്നില്ല. പഴയ കാലത്തുണ്ടായിരുന്ന യുവാക്കൾക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ദീനിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങളും ഹിദ്മത്തുകളൊന്നും പല യുവാക്കളുടെയും യുവതികളുടെയും അടുക്കൽ നിന്നും ഉണ്ടാകുന്നില്ല. പല കുടുംബങ്ങളിലും ഇസ്ലാമിനുള്ള സേവനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നാം പരിശോധിച്ചാൽ അതിന്റെ കാര്യം കിട്ടുന്നതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ വിഷയത്തിൽ ചരിത്ര വായന നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. മുസ്ലിമീങ്ങൾ ലോകത്ത്, ഭൗതിക ലോകത്ത് തന്നെ വലിയ സ്ഥാനമാനങ്ങൾ അതല്ലെങ്കിൽ അതിന്റെ ചുക്കാൻ പിടിച്ച ആളുകളാകുന്ന വേളയിൽ അവർക്ക് ഈ ഇസ്സത്ത് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നാം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അന്തലൂസ് പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളൊക്കെ അവർക്ക് പതനം സംഭവിച്ചതിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭൗതികമായ വിജ്ഞാനങ്ങളെയോ അല്ലെങ്കിൽ ഭൗതികമായ സ്ഥാനമാനങ്ങൾ അവർക്ക് ലഭിക്കാത്തതിന്റെയോ പേരിലല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. തിരിച്ചാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഴയ കാലങ്ങളെക്കാളും മുസ്ലിമീങ്ങൾ പലപ്പോഴും ഭൗതികമായ ലോകത്ത് അവരുടെ സ്ഥാനവും മറ്റുമൊക്കെ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ദീനിന്റെ മൂല്യങ്ങളാണ്, ദീനിന്റെ പഠനങ്ങളാണ്. ഇത് പലപ്പോഴും നഷ്ടപ്പെടുന്ന വേളയിൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഇസ്സത്ത് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് ഇല്ലാതായി പോകുന്നത് അവരുടെ അഭിമാനം അതല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അവർക്ക് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്റെ കുറവിലല്ല, മറിച്ച് ദീനിൽ അവർക്ക് എത്രമാത്രം കുറവുണ്ടോ അത്രമാത്രം മുസ്ലിമീങ്ങൾ അവരുടെ സ്വഭാവ ഗുണങ്ങളിൽ നിന്നും അവർക്കുണ്ടാകുന്ന പ്രത്യേകമായ വ്യതിരിക്തമായ അവരെ മാറ്റി നിർത്തുന്ന സ്വഭാവങ്ങളിൽ നിന്നും ഒക്കെ പിന്നോട്ട് പോകുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അവർ ദീനിൽ നിന്നും വളരെയധികം പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം അതുകൊണ്ട് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു പരിഹാരം നല്ല ഇസ്ലാമികമായ കുടുംബം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ അഭാവമാണ് പലപ്പോഴും മുസ്ലിമീങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൂല്യച്യുതിയുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, മുസ്ലിം ഉമ്മത്തിന് ഈ ഒരു മൂല്യച്യുതി ഉണ്ടാകാൻ, അവരുടെ ഇസ്സത്ത് കുറഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. മാതാപിതാക്കൾക്ക് ഇതിന് വലിയൊരു പങ്കുണ്ട്. പല മാതാപിതാക്കളും വരുത്തിയിട്ടുള്ള വീഴ്ചകളാണ് യഥാർത്ഥത്തിൽ ഇന്നിന്റെ മുസ്ലിം ലോകം, ഇന്നിന്റെ മുസ്ലിം യുവത്വമൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അറിവില്ലാത്തതാണ്, ജഹല് കൊണ്ടാണ്. എങ്ങനെയാണ് മക്കളെ പരിപാലിപ്പിച്ചെടുക്കേണ്ടത്, എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് മക്കളെ ഇസ്ലാമികമായ തർബിയത്ത് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ജഹൽ, അറിവില്ലായ്മയാണ് പലപ്പോഴും പല മാതാപിതാക്കൾക്കും. കാരണം അറിയപ്പെട്ട കാര്യമാണ്, ഫാഖിദുൽ ശൈഇ ലാ യുഅ്തി, കയ്യിലില്ലാത്ത കാര്യം കൊടുക്കാൻ സാധിക്കുകയില്ല. അവർക്ക് തന്നെ ഇസ്ലാമിന്റെ സംസ്കാരത്തെക്കുറിച്ചോ മൂല്യങ്ങളെക്കുറിച്ചോ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ല. പിന്നെ എങ്ങനെയാണ് മക്കൾക്ക് പകർന്നു കൊടുക്കുക? പിന്നെ എങ്ങനെയാണ് അത് സമൂഹത്തിൽ പ്രതിഫലിച്ച് നിലവിച്ചുണ്ടാവുക? അതിന് സാധ്യമല്ല. മാതാപിതാക്കൾക്കുള്ള അറിവില്ലായ്മ വലിയ നിലക്ക് ഈ ഒരു വിഷയത്തിന്റെ ഒരു വെല്ലുവിളിയായിട്ട്, അതിന്റെ ഒരു പ്രതിസന്ധിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ, ഭൗതിക ലോകത്തിന്, ദുനിയാവിന് ആഖിറത്തിനേക്കാളും പ്രാധാന്യം നൽകിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
അറിവില്ലാത്തതിന്റെ ഒരു പ്രശ്നമല്ല, അറിവ് നേടാൻ സാധിക്കാത്തതിന്റെയോ അത് ലഭിക്കാത്തതിന്റെയോ പ്രശ്നമല്ല. അത് ഒരു വിരൽ തുമ്പിൽ തന്നെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. എനിക്ക് ആ കാര്യം അറിയാൻ സാധിച്ചിട്ടില്ല, അതറിയാൻ എനിക്ക് ഒരു നാടുകൾ താണ്ടാൻ സാധിച്ചിട്ടില്ല, അതിനുള്ള പണം കയ്യിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇസ്ലാമിന്റെ ചില നിയമങ്ങളൊന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഒഴികഴിവ് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കുന്നത് പ്രധാനമായും അവർക്ക് ഭൗതിക ലോകത്തിന് ആഖിറത്തിനേക്കാളും വലിയ പ്രാധാന്യം കൊടുത്തു. ഇതാണ് ഈ ഒരു ചുരുക്കി ഈ ഒരു പ്രശ്നത്തിനുള്ള വലിയ കാരണമാണ്. അത് ശരിയാണ്, നമ്മൾ പരിശോധിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ ഒന്നാമത്തെ പരിഹാരമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിർദ്ദേശിക്കാനുള്ളത്, നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ചും മാതാപിതാക്കളോട്, ഇത് കേൾക്കുന്നവരോട് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ പടച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം ദിനം പ്രതി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഓരോ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും എന്തിനാണ് ഈ രാവിലേക്ക് ഞാൻ പ്രവേശിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ കാര്യം മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ, ഒരു പ്രത്യേക ഹിക്മത്തില്ലാതെ നമ്മെ പടച്ചതാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിന്റെ ഉത്തരം വ്യക്തമാണ്, അത് ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സങ്കീർണമായ ആകാശ ഭൂമികളെയും ഉള്ളിലുള്ള സർവ്വചരാചരങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചത് അത് വെറുതെയാണ്, വ്യഥാ പടച്ചതാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് കുഫാറുകളുടെ, സത്യനിഷേധികളുടെ, ഈ ലോകത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറഞ്ഞവരുടെ വാദമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖന സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില, ആകാശ ഭൂമികളെയും അതിനിടയിലുള്ള കാര്യങ്ങളെയും നിരർത്ഥകമായി നാം പടച്ചതല്ല. ദാലിക ظنُّ الذين كفروا, അത് യഥാർത്ഥത്തിൽ അതൊക്കെ നിരർത്ഥകമായി പടച്ചതാണ് എന്ന ഊഹം അത് കാഫിറുകളുടേതാണ്. ഫവൈലുൽ ലില്ലദീന കഫറൂ മിനൻ നാർ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ നിഷേധിക്കുന്ന ഇത്തരം കാഫിറുകൾക്ക് നരകശിക്ഷയാണുള്ളത്, നാശമാണുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇതിനൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ആകാശത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ദിനേന കാണുന്നു, ഭൂമിയിൽ ദൃഷ്ടാന്തങ്ങൾ കാണുന്നു, സ്വശരീരത്തിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണുന്നു. നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതായ പല സൃഷ്ടിപ്പുകളും നമ്മൾ കാണുന്നു. രാപ്പകലുകൾ മാറി മറഞ്ഞു പോകുന്നു. ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ അതങ്ങനെ വെറുതെ ഉണ്ടായിട്ടുള്ളതാണ്, ഇതിനൊന്നും ഒരു സൃഷ്ടിപ്പോ ഒന്നുമില്ല, ഇത് കാലം തന്നെ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ ഊഹങ്ങളല്ലാതെ മറ്റൊന്നിനെയും പറ്റുന്നില്ല. ആകാശ ഭൂമികളൊക്കെ അല്ലാഹു തആല പടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഓരോരുത്തരെയും ഓരോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെ പടച്ച് ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അബസായിക്കൊണ്ടാണ്, വെറുതെയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദൗത്യമൊന്നുമില്ല, ഉത്തരവാദിത്വമൊന്നുമില്ല, അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾക്ക് തോന്നിയതുപോലെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും രമിക്കുകയും നിങ്ങൾക്ക് സുഖിക്കുകയും ഒക്കെ ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരു നിലക്കുള്ള വിചാരണയും ചെയ്യുകയില്ല, നമ്മിലേക്ക് മടക്കുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ്, അൽ മലികുൽ ഹഖായ, ഏറ്റവും യാഥാർത്ഥ്യമുള്ള ഹക്കായ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ പടച്ചതാണ് എന്ന് പറയുന്നതിൽ നിന്നും ഉന്നതനായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം, അല്ലാഹു അല്ലാതെ ആരാധന അർഹനില്ല, ആരാധനക്ക് അർഹനില്ല, അവൻ അൽ അർശുൽ കരീം, അവൻ അർശിന്റെ ഉടയവനാണ്, റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, നമുക്ക് ഓരോരുത്തർക്കും തോന്നിയതുപോലെ ജീവിക്കാം. നമ്മുടെ ദുനിയാവിലുള്ള ആസ്വാദനങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാനത്തെത്തുക, ഇവിടെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുക, ഇതാണ് പ്രാധാന്യം. അതല്ലാതെ ഹലാൽ ഹറാമുകളൊക്കെ നോക്കുക, അന്ന് ചെയ്യാൻ പാടില്ല, ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ജീവിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ധരിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അത് ظنُّ الذين كفروا, കാഫിറുകളുടെ ധാരണയാണ്. ഇതൊക്കെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ, ഓരോ നാടിനനുസരിച്ച് കാലത്തിനനുസരിച്ച് അവനവന്റെ ഇംഗിതങ്ങളെ അതിനെല്ലാം പിൻപറ്റിക്കൊണ്ട് തോന്നിയതുപോലെ ജീവിച്ചു കൊള്ളട്ടെ എന്നുള്ളത് കാഫിറുകളുടെ സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ വലിയൊരു വിഭാഗം ആളുകളും അറിഞ്ഞോ അറിയാതെയോ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ദീനിന്റെ അധ്യാപനങ്ങൾ നോക്കുക, ഖുർആനിലുള്ളത് മാത്രം അനുസരിച്ച് ജീവിക്കുക, ഹദീസുകളിൽ പറഞ്ഞതൊക്കെ പരിശോധിച്ച് അങ്ങനെ അക്ഷരപൂജകരായി ജീവിക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ബുദ്ധിയില്ലേ? നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സാമൂഹിക ചുറ്റുപാടിനനുസരിച്ച് നമ്മളങ്ങ് ജീവിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ദീനിന്റെ നിയമങ്ങളൊക്കെ പാലിക്കണം,
അങ്ങനെയൊന്നും ഇല്ല എന്ന് ധരിക്കുന്നതാണ് വലിയൊരു വിഭാഗം ആളുകളും നാം ഈ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളിലൊക്കെ വലിയൊരു അബദ്ധം അവർക്ക് സംഭവിക്കാനുള്ള കാര്യം. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചിട്ടുള്ളത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മോട് ചോദ്യം ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പഠിച്ചത്. ഈ മനുഷ്യർക്ക് വേണ്ടി, ജിന്നിനു വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളതാണ് ഈ ആകാശഭൂമികളെയും ഈ കാണുന്ന വലിയ വലിയ സൃഷ്ടിപ്പുകളെയും മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്, അവർക്ക് ഇവിടെ ജീവിക്കാൻ. അതുകൊണ്ട് ഇത്രയും വലിയ സൃഷ്ടിപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെറുതെ ഇങ്ങനെ പാഴാക്കി കളയാൻ വേണ്ടി പടച്ചതല്ല. അല്ലാഹു തആല അതിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വെറുതെ പഠിച്ചു കൊടുത്തതല്ല, മറിച്ച് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചോദ്യം ചോദിക്കും. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് മരണം വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ വിലക്കുകൾ മാനിച്ച് ജീവിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മക്കളുടെ വിഷയത്തിൽ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിന്റെ ഗൃഹാന്തരീക്ഷവും നന്നാക്കുക, ഇസ്ലാമികമായ കുടുംബമാക്കുക എന്നുള്ള കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് വലിയ ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്നാമതായി അവർ തിരിച്ചറിയേണ്ട കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ അമാനത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കള് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച കാര്യമാണ്. ഒരാൾ നമുക്കൊരു കാര്യം അമാനത്തായി തന്ന കാര്യം അത് അതുപോലെ അതിലൊന്നും പാഴാക്കാതെ തിരിച്ചു കൊടുക്കാന്നാണ്. ഒരാൾ നമുക്കൊരു പൈസ ഏൽപ്പിച്ചാൽ, വിലപിടിപ്പിന്റെ ഒരു വസ്തു ഏൽപ്പിച്ചാൽ, ഞാനിത് കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്ക് പോവാണ്, നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പാഴാക്കി കളയുക എന്ന് പറയുന്ന ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല. വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിൽ വഞ്ചന കാണിക്കുകയില്ല മുസ്ലിം. അതൊരു മുസ്ലിമിന്റെ ക്വാളിറ്റിയാണ്. അവനൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ കൃത്യമായി അതിനെ നോക്കി തിരിച്ചു കൊടുക്കും. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മുടെ മക്കൾ നമ്മുടേതല്ലേ എന്നല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, റബ്ബ് സുബ്ഹാനഹു വ തആല അമാനത്താക്കി നൽകിയിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ. നമുക്ക് തോന്നിയതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ വളർത്താനുള്ള അധികാരം നമുക്കില്ല. നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ മക്കളാണ് എന്ന് പറയാൻ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിബത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സമ്മാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യഖ്ലുഖു മാ യശാ, ഇവിടെ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് പെണ്ണിനെയും അല്ലാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് ആണിനെയും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നു. അഥവാ അല്ലാഹുവിന്റെ ഹിബത്താണ്, അല്ലാഹുവിന്റെ സമ്മാനമാണ്. അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മക്കളുടെ വിഷയത്തിൽ അത് അമാനത്താണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ആ മക്കളുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതാ അവൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഞ്ചിച്ചു കളയാൻ പാടില്ല. വതഖൂനു അമാനാതികും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകളുടെ കാര്യത്തിൽ നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നിട്ട് നോക്കൂ, ഉടനെ തന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമാനത്തുകളുടെ കാര്യത്തിൽ ചിലർ പറയുന്നു, വഅലമു, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സമ്പത്ത് അത് പരീക്ഷണമായിക്കൊണ്ട് നൽകിയിട്ടുള്ളതാണ്. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അതിനെങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സാമ്പത്തികമായി കഴിവുള്ളവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയത് നിങ്ങളുടെ മികവ് കൊണ്ടല്ല, നിങ്ങൾക്ക് വലിയ വലിയ എന്തെങ്കിലുമൊക്കെ അംഗീകാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായിക്കൊള്ളണമെന്നില്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. മക്കളും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നൽകിയത് പരീക്ഷണമായിട്ടാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, ആ പരീക്ഷണത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നീ വിജയിച്ചെത്തിയാൽ മഹത്തരമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ കുറിച്ച് മുഴുവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ അവർക്ക് വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളും അവർ ഏറ്റെടുത്തിട്ടുള്ള ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഉടമ്പടികളും അത് കൃത്യമായി പാലിക്കുന്നവരാണെന്നാണ് സൂറത്തുൽ മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മക്കളുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യമുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കേണ്ടതുണ്ട്, നരകത്തെ പേടിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നരകത്തു നിന്ന് രക്ഷിക്കാനുള്ള പണി നിങ്ങൾ എടുക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഓരോ രക്ഷിതാവിനുമുള്ള കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരെ, ഖു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരത്തെ നരകത്തിൽ നിന്നും കാക്കണം. വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. വഖൂദുഹന്നാസു വൽ ഹിജാറ, എന്നിട്ട് ആ നരകത്തിന്റെ തീക്ഷ്ണതയെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും അതുപോലെ തന്നെ കല്ലുകളുമാണ്. അലിഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ്, ആ മലായിക്കത്തുകളുണ്ട്, പരുഷ സ്വഭാവികളായ കഠിന സ്വഭാവികളായ മലായിക്കത്തുകളുണ്ട്. ആ മലക്കുകളെ വെട്ടിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും നിങ്ങൾക്ക് സാധിക്കുകയില്ല. നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്, വലിയ പ്രയാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ആയത്തിനെ കുറിച്ച് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, മഹാനായ അലി ബിൻ അബി താലിബ്, 4ാമത്തെ ഖലീഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന് സാധിക്കുക? എങ്ങനെയാണ് അതിന്റെ വഴി? എന്താണ്? സഹാബി പറഞ്ഞു തരികയാണ്, അല്ലിമൂഹും, നിങ്ങളെ കുടുംബത്തെ പഠിപ്പിച്ചു കൊടുക്കണം, വഅദ്ദിബൂഹും, അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞാൽ ഐ അല്ലിമൂഹും വഅദ്ദിബൂഹും, അവരെ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ ദീനിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത അത് രക്ഷിതാക്കൾക്കുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറയുകയുണ്ടായി, കുല്ലുക്കും റാഇൻ, നിങ്ങൾ എല്ലാവരും പ്രത്യേക ഉത്തരവാദിത്തമുള്ള ഭരണം കൈയാളുന്ന ആളുകളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി, അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾക്ക് ഈ ലഭിച്ചിട്ടുള്ള ഭരണത്തിന്റെ വിഷയത്തെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പൊതുവായിട്ട് ആദ്യം പറയുകയുണ്ടായി. എന്നിട്ട് ഓരോ വിഷയത്തെക്കുറിച്ചും പറഞ്ഞു. മനുഷ്യൻ ഭൗതിക ജീവിതത്തിൽ പലരും പല ഉത്തരവാദിത്വവും ഏറ്റെടുത്തിട്ടുള്ള ആളുകളായിരിക്കും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അൽ ഇമാമു റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഈയതിഹി, ഒരു മുസ്ലിമീങ്ങളുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ആ ഭരണത്തിന്റെ വിഷയത്തിനെ കുറിച്ചിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എങ്ങനെയാണ് ഭരണീയരോട്, എങ്ങനെയാണ് അവിടെയുള്ള ആളുകളോട്, പ്രജകളോട് പെരുമാറിയിട്ടുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പലപ്പോഴും നമ്മൾ പല മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചിട്ടൊക്കെ ആളുകൾ പറയാറുണ്ട്, അവിടെ എന്താ അവസ്ഥ, ഇവിടെ എന്താ അവസ്ഥ എന്നൊക്കെ പലരും പലര് വിഷമത്തോടു കൂടിയും അതല്ലാതെയും ഒക്കെ പറയുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഉത്തരവാദിത്തം ഭരണാധികാരിക്ക് മാത്രമല്ല. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വറജുലു റാഇൻ, ഓരോ വീട്ടിലെ പുരുഷനും ആ വീട്ടിന്റെ ഭരണം കൈയാളുന്നവനാണ്. വറജുലു റാഇൻ ഫീ അഹ്ലിഹി, കുടുംബത്തിന്റെ ഭരണം കൈയാളുന്നവനാണ്. വഹുവ മസ്ഊലുൻ അൻ റഈയതിഹി, അവൻ മസ്ഊലാണ്, ചോദ്യം ചോദിക്കപ്പെടുന്നതാണ്. എന്താണ് കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചത്, എന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്താ നിന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമെന്നാണ് അറിയിക്കുന്നത്. എന്താ നിന്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയി, എന്താ നിന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി, പറഞ്ഞു കൊടുത്തില്ലേ, കാര്യം മനസ്സിലാക്കി കൊടുത്തില്ലേ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തീർന്നില്ല, അവിടെയുള്ള വീട്ടിലുള്ള ഭാര്യമാർക്കും ഉത്തരവാദിത്തമുണ്ട്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിലെ ഉത്തരവാദിത്തം അത് സ്ത്രീക്കുണ്ട്, ഭാര്യക്കുണ്ട്. വഹിയ മസ്ഊലത്തുൻ അൻ റഈയതിഹാ, ആ ഭാര്യയോട് ആ വീട്ടിലുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവളോട് ചോദിക്കപ്പെടുന്നുണ്ട്. അഥവാ ഭാര്യക്കും ഭർത്താവിനും ഒക്കെ കൃത്യമായ ബാധ്യതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്തെത്തിയാൽ മാതാപിതാക്കളുടെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് മക്കളോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുള്ള ഓരോ മാതാപിതാക്കളോടും അവരെന്ത് ഉത്തരവാദിത്തമാണ് ചെയ്തിട്ടുള്ളത്, കടമകൾ പാലിച്ചോ എന്ന് മക്കളോട് ചോദിക്കുന്നതിന് മുമ്പ് മക്കളോട് കാണിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ കാണിച്ചോ എന്ന് പരലോകത്ത് വെച്ച് ചോദിക്കും എന്ന് മുൻഗാമികളിൽ പലരും പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കണം, ഫൈനക വിഷയത്തിൽ എന്താണ് നീ പഠിപ്പിച്ചത്, മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു എന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. എന്ത് മര്യാദയാണ് പഠിപ്പിച്ചു കൊടുത്തത്, എന്ത് അറിവാണ് നീ പഠിപ്പിച്ചു കൊടുത്തത് എന്നത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വൈനഹു മസ്ഊലുൻ അൻ ബിർരിക്, അതേപോലെ നിന്റെ മക്കളും അവൻ നിനക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോ, വതവഇയതിഹി ലക്, നീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അവൻ നിന്നെ അനുസരിച്ചിട്ടുണ്ടോ, അത് നാളെ അവരോടും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ആരോട് ചോദിക്കുന്ന പറഞ്ഞത്, ആദ്യം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മകനെ ഇത് ചെയ്യാൻ പാടില്ല, മകളെ ഇത് ചെയ്യാൻ പാടില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്
ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ എന്റെ കുടുംബമല്ലേ, എന്റെ മക്കളല്ലേ, അത് എന്റെ കുടുംബത്തിന്റെ, എന്റെ കോമ്പൗണ്ടിൽ എന്റെ നിയമം അല്ല, എന്റെ വീട്ടിന്റെ അകത്ത് എന്റെ നിയമം, എന്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ നിയമം, എന്റെ മക്കൾക്ക് എന്റെ നിയമം അല്ല. അങ്ങനെയാണ് പലരും അഹങ്കരിക്കുന്നത്. സ്വകാര്യ അഹങ്കാരമായി മക്കളെയും അതുപോലത്തെ കുടുംബത്തെയും കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ അഹങ്കരിക്കാൻ വരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി നമ്മോട് ചോദിക്കുന്നുണ്ട്. യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വസിയത്ത് നൽകിയിട്ടുണ്ട്. അവരുടെ കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക കുടുംബം അത് ഉണ്ടാക്കിയെടുക്കാൻ ഏറെ പ്രാധാന്യമുള്ള കാര്യം മക്കളുടെ കാര്യം നമ്മൾ നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കാരണം എമ്പാടും അനിസ്ലാമികമായ നിയമങ്ങളും അനിസ്ലാമികമായ വാഴ്ചകളുമാണ് എമ്പാടും ഉള്ളത്. ഇതിനിടയിലൂടെയാണ് നമ്മുടെ മക്കൾ ജീവിച്ചു പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ആ മക്കൾക്ക് ഈ പുറത്തുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഈമാനും തഖ്വയും ഇസ്ലാമിക മൂല്യങ്ങളും അത് വീടിനകത്ത് പഠിപ്പിക്കാനാണ് ഏറ്റവും നമുക്ക് സാധിക്കുന്ന കാര്യം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുണ്ട്. എത്രത്തോളം അവരുടെ ദീന് തന്നെ ഇല്ലാതാക്കി കളയാൻ മാതാപിതാക്കൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഇത് സത്യമാണ്. എല്ലാ കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഏത് വീട്ടിൽ ഏത് ഹോസ്പിറ്റലിലെ കുട്ടി ജനിച്ചാലും ശരി, ശുദ്ധ പ്രകൃതിയിൽ മുസ്ലിം ആയിട്ടാണ് ജനിച്ചു വീഴുന്നത്. പക്ഷേ അവന്റെ മാതാപിതാക്കളാണ് പിന്നെ അവനെ യഹൂദിയാക്കുന്നത്, ഔ യുനസ്റാനിഹി അല്ലെങ്കിൽ അവനെ നസ്രാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി അതല്ലെങ്കിൽ അവനെ മജൂസിയാക്കുന്നത്. ഇനി ഏത് മതമാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ഈ കുട്ടികൾ അങ്ങനെ ആക്കി തീർക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് എന്നാണ്. ഇന്നത് ബിദ്അത്തിന്റെ കാര്യങ്ങളാകട്ടെ, ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളാകട്ടെ, ഇങ്ങനെ ഏതേത് കാര്യങ്ങളിലാകട്ടെ മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ വലിയ രൂപത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. മതം തന്നെ, കാരണം മതം ഉപേക്ഷിക്കുന്ന മക്കളാകണമെങ്കിൽ, അതല്ലെങ്കിൽ അള്ളാഹുവിനെ പരിചയപ്പെടുന്ന മനസ്സിലാകുന്ന കാര്യത്തിൽ അവർ തെറ്റിപ്പോകുന്ന കാര്യത്തിൽ മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കൾക്ക് വലിയ ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വലിയ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ സഹോദരങ്ങളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഇതിൽ വലിയൊരു പങ്കുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ്. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ പങ്ക് ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയുടെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ദീൻ അത് വളർത്തിയെടുക്കുന്നതിൽ, ആ ദീൻ കുട്ടിയെ കൃത്യമായി അതനുസരിച്ച് പാലിപ്പിച്ച് ജീവിക്കുന്നതിൽ ഉമ്മമാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ പറഞ്ഞിട്ടുള്ളത്? കാരണം പൊതുവിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, കുട്ടികളുമായിട്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അവരുമായി ഏറ്റവും അടുപ്പമുള്ളത്? തീർച്ചയായും കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തത് അത് ഉമ്മമാർ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ പ്രയാസത്തിനുമേൽ പ്രയാസം ചുമന്നിട്ടുണ്ട്. അത് അവരെ ഗർഭം ചുമക്കുന്ന കാലം മുതൽ മക്കൾക്ക് വേണ്ടി ഏറ്റവും പ്രയാസപ്പെട്ടത് ഉമ്മമാർ തന്നെയാണ്. പ്രസവിച്ച കാലം മുതൽ മക്കൾക്ക് വേണ്ടി ഏറ്റവും പ്രയാസപ്പെട്ടത് അത് ഉമ്മമാർ തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനുള്ള നന്ദി എന്നോണം തന്നെ കുട്ടികൾക്ക് ഉമ്മയുമായി ഏറ്റവും നല്ല ബന്ധവും ഏറ്റവും നല്ല ഉത്തരവാദിത്വവും കുട്ടികൾക്കുണ്ട്. ദീനുൽ ഇസ്ലാം അത് പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ബാധ്യതകളുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്, ആദ്യം നിനക്ക് ബാധ്യത അള്ളാഹു കഴിഞ്ഞാൽ, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാധ്യത ആരോടാണെന്ന് ചോദിക്കുമ്പോൾ അത് നിന്റെ ഉമ്മാക്കാണ് എന്ന് 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്രയും വലിയ ബാധ്യതകൾ, കടപ്പാടുകൾ മക്കൾക്കുണ്ട്. കാരണം അവർ അത്രയും കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്തവരാണ്. അതുകൊണ്ട് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഉമ്മമാരുടെ മടിത്തട്ടിലാണ് ചെറുപ്രായം മുതൽ കുട്ടികൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി വിവാഹം കഴിക്കുന്ന വേളയിൽ പോലും ഈ കാര്യം ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വിവാഹം കഴിക്കുന്ന വേളയിൽ നിന്റെ മക്കളുടെ ഉമ്മയാകാൻ ക്വാളിറ്റിയുള്ള പെണ്ണിനെ വേണം നീ തിരഞ്ഞെടുക്കാൻ. നാളെ നിന്റെ മക്കളുടെ ഉമ്മയാണ്. ഇന്ന് നിന്റെ ഭാര്യയായിട്ടാണ് പ്രവേശിക്കുന്നത് നിന്റെ വീട്ടിലേക്ക്. നാളെ നിന്റെ മക്കളുടെ ഉമ്മയാണ്. നിന്റെ മക്കളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നീ വളരെ ഗൗരവത്തിൽ ദീനിന് വേണ്ടി നീ മുൻഗണന കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ. പൊതുവെ നാട്ടുകാരൊക്കെ 4 കാര്യത്തിന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാറുണ്ട്. ലിമാലിഹ, സമ്പത്തുണ്ട് എന്നുള്ള കാരണത്താൽ ചില സ്ത്രീകൾ ആളുകൾ വിവാഹം അന്വേഷിക്കാറുണ്ട്. വലി ഹസബിഹ, അതല്ലെങ്കിൽ നല്ല ഉന്നത കുടുംബമാണ്, ഇന്ന പാരമ്പര്യമുള്ളവരാണ് എന്നതിന്റെ പേരിലും സ്ത്രീകൾക്ക് വിവാഹ അന്വേഷണം വരാറുണ്ട്.
ജമാലിഹ, ചില സ്ത്രീകൾ ഭംഗിയുള്ളവരാണ്, അതിന്റെ പേരിലും ആളുകൾ അവളെ തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ അവിടുന്ന് പറഞ്ഞു വലിദീനിഹ, ദീനുള്ളതിന്റെ പേരിലും ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫൾഫർ ബിദാത്തി ദീൻ, നീ ദീനുള്ളവളെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് പറഞ്ഞു തരിബത് യദാക്, അതിന്റെ പേരിൽ നിന്റെ കരങ്ങൾ മണ്ണു പുരണ്ടാലും ശരി. അഥവാ നിനക്ക് ചിലപ്പോൾ ദീനുള്ളവളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇതൊന്നും മോശപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സമ്പത്തുണ്ടായതോ, അവൾക്ക് സൗന്ദര്യം ഉണ്ടായതോ, അവൾ നല്ല തറവാട്ടിൽ പറഞ്ഞതോ, നല്ല തറവാട്ടുകാരിയായതോ ഒന്നും അവൾക്കൊരു മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ ദീനില്ലെങ്കിൽ ഇതൊന്നും കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഒരാൾക്ക് ദീനില്ലെങ്കിൽ അവളുടെ കുടുംബ പരമ്പരയോ അവളുടെ സമ്പത്തോ ഒന്നും തന്നെ അവൾക്ക് ഉപകരിക്കുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നീ ദീനിന് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നാലും, ഒരു ദരിദ്രരായ പെണ്ണിനെ കെട്ടേണ്ടി വന്നാലും ശരി, അതെന്ത് ചെയ്യണം? ഫൾഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ നീ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? കാരണം ദീനുള്ള സ്ത്രീ അവളാണ് നിന്റെ ദീനിനെ പൂർത്തീകരിക്കുന്നത്. അവൾക്കാണ് നിന്റെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പലപ്പോഴും വലിയ ആളുകളുടെ പരാതിയാണ്, ഭാര്യക്ക് തീരെ ഉത്തരവാദിത്തമില്ല, ദീനിനെ കുറിച്ച് അറിയില്ല. അല്ല, ഭാര്യ തന്നെ മക്കളുടെ വിഷയത്തിൽ ഇത്ര അലംഭാവം കാണിച്ചാൽ, അവർക്ക് തന്നെ ദീനിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയില്ലെങ്കിൽ എന്തായിരിക്കും ആ മക്കളുടെ അവസ്ഥ? പല കുടുംബങ്ങളും ഇന്ന് ആ രീതിയിലേക്ക് പോവുകയാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മക്കളെ വളർത്തണം, എന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് തിരിച്ചറിയാതെ സമൂഹത്തിന്റെ ഒഴുക്കിനോടൊപ്പം സ്ത്രീകൾ പോകുമ്പോൾ അവരുടെ മക്കളും അങ്ങനെ ആയി എന്നുള്ളതിൽ അത്ഭുതമില്ല. യഥാർത്ഥത്തിൽ അതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒക്കെ കുട്ടികൾ രക്ഷപ്പെട്ടു എന്നതിലാണ് നമുക്ക് അത്ഭുതമുള്ളത്. കാരണം അത് അങ്ങനെ വരികയുള്ളൂ. നമ്മൾ പറയാറുണ്ട്, 10 ഗുണം 10 ഗുണം എന്ന് പറയാറുണ്ട്. ആ മാതാപിതാക്കൾക്ക് വലിയ ശ്രദ്ധയില്ല എങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഫോണിലൂടെ ബിഗ് ബോസും അതുപോലെയുള്ള ഇങ്ങനെയുള്ള സ്റ്റാർ സിംഗേഴ്സും പാട്ടും കൂത്തും ഇതൊക്കെയാണ് ചെറിയ പ്രായത്തിൽ കുട്ടികളെ കാണിച്ചു വളർത്തുന്നത് എങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടതിലേ നമുക്ക് അത്ഭുതമുള്ളൂ. ആ കുട്ടി പിഴച്ചു പോയതിൽ നമുക്ക് വലിയ അത്ഭുതമില്ല. അതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ നല്ല കുടുംബം ഉണ്ടാകാൻ, ഇസ്ലാമിക കുടുംബം ഉണ്ടാകാൻ ഉമ്മയുടെ ബാധ്യത അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മിൻ സആദത്തി ഇബ്നി ആദം അൽ മർഅത്തു സാലിഹ, ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് നല്ല ദീനുള്ള സാലിഹത്തായ ഒരു പെണ്ണ് ഭാര്യ അവന് ലഭിക്കുക എന്ന് പറയുന്നത്. അവന് വലിയ സൗഭാഗ്യപൂർണമായ ജീവിതം ലഭിച്ചു എന്നുള്ളതിന്റെ വലിയ ലക്ഷണമാണ്. അവന് വലിയ വീടില്ലെങ്കിലും ശരി, അവന് വലിയ പണമില്ലെങ്കിലും ശരി, ഒരുപാട് ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും ശരി, ഒരു മർഅത്ത് സാലിഹ, ഒരു നല്ല സ്വഭാവമുള്ള സാലിഹത്തായ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ തീർച്ചയായും എത്ര ചെറ്റ കുടിലകത്താണെങ്കിലും ശരി, എത്ര ഞെരുങ്ങിയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് പാലിക്കുന്ന ഒരു പെണ്ണുണ്ട് എങ്കിൽ ആ ജീവിതം വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, മൻ റസഖ തീർച്ചയായും നിന്റെ ദീനിന്റെ പകുതി അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സഹായിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പകുതിയും കൂടി അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ പ്രത്യേകിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു ഉമ്മ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് മക്കളെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ പങ്ക് പലപ്പോഴും പിതാക്കന്മാരെക്കാളും ഉപ്പമാരെക്കാളും കൂടുതലുണ്ട് എന്നുള്ള കാര്യം, ആ മസ്ഊലിയത്ത്, ആ ഉത്തരവാദിത്തം അവർക്ക് പ്രത്യേകം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, ഈ ഇസ്ലാമിക കുടുംബം ഉണ്ടാക്കാൻ, മക്കൾക്ക് നല്ല രൂപത്തിലുള്ള ദീൻ പകർന്നു കൊടുക്കാൻ ചെറുപ്രായത്തിൽ തന്നെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന മാർഗങ്ങൾ, ആ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ചെറിയ പ്രായത്തിൽ മക്കളെ തർബിയത്ത് കൊടുക്കേണ്ടത്, അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങളാണ്. കാരണം വിശ്വാസമാണ് ഒരു മനുഷ്യന്റെ അടിത്തറ. അഖീദയാണ്, വിശ്വാസ കാര്യമാണ് ഒരു മനുഷ്യന്റെ അടിത്തറ. കെട്ടിടങ്ങൾക്ക് തറ നന്നാകാതെ നമുക്കറിയുന്ന കാര്യമല്ല. തറ നന്നാകാതെ നിലനിൽക്കുകയില്ല. തറയുടെ കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. ചതുപ്പ് നിലാണ്, തറയുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടും കൂടിയില്ല. നമ്മൾ തറ എങ്ങനെയൊക്കെ ഉണ്ടാക്കി. പിന്നീട് നമ്മൾ വീടിന്റെ മറ്റ് മോടികൾ കൂട്ടുന്നതിനാണ് നമ്മളത് നല്ല രീതിയിലുള്ള കല്ലുകൾ വാങ്ങിയിട്ടുണ്ട്, അതിന് നല്ല പെയിന്റ് അടിച്ചിട്ടുണ്ട്, നല്ല ക്ലാഡിങ്ങുകളൊക്കെ കൊടുത്ത്, നല്ല മനോഹരമായ അതിലെ വലിയ ഡിസൈനുകളൊക്കെ കൊടുത്തു. പക്ഷെ തറയുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഏത് നേരം ഇത് നിലംപൊത്തും. പ്രത്യേകിച്ചും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്ന നല്ല ശക്തമായ കാറ്റുകളും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ട് എങ്കിൽ ആദ്യം ഇത് നിലംപൊത്തുന്നതായിരിക്കും. ഇതിന്റെ ഭംഗിയോ ഇതിന്റെ ആകാരമോ, ഇതിന്റെ എത്രത്തോളം ഉയർത്തുന്നോ അത്രത്തോളം ഇത് നിലംപൊത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അടിത്തറ നന്നായിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന, നല്ല മാനേഴ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതാരും തെറ്റാണെന്ന് പറയുന്നില്ല. ദീനിനെതിരാകാത്തിടത്തോളം കാലം അതൊക്കെ പഠിപ്പിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ദീൻ അത് വിലക്കിയിട്ടില്ല.
നിന്റെ മക്കളെ നീ ഇംഗ്ലീഷ് പഠിപ്പിച്ചോളൂ, ഫ്ലുവന്റ് ആയിട്ട് തന്നെ ഇംഗ്ലീഷ് പറഞ്ഞുകൊള്ളട്ടെ, നമുക്ക് യാതൊരു അതിൽ പ്രയാസവുമില്ല. നിന്റെ മക്കൾ ഏറ്റവും നല്ല സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊള്ളട്ടെ, ദീനിനെതിരാകാത്തിടത്തോളം കാലം അതിലൊന്നും നമുക്ക് വലിയ പ്രയാസമില്ല. പക്ഷേ അത് ദീനിനെതിരാകുന്നുണ്ടോ ഇല്ലേ എന്നറിയാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് പോലും നമ്മൾ മക്കൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വലിയ വലിയ ഖേദകരമായ അവസ്ഥ. അപ്പോൾ ചെറിയ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് നമ്മൾ അലംഭാവം കാണിക്കാൻ പാടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ മാതൃക നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂറത്ത് തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ ഒരു മഹത് വ്യക്തിത്വം, അദ്ദേഹം നബിയാണോ അല്ലേ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി അല്ല എന്നുള്ളതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്നുള്ള കാര്യം. അദ്ദേഹം വലിയ ഹിക്മത്തുള്ള, ഒരുപാട് തത്വജ്ഞാനമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത്. ആ ലുഖ്മാന്റെ ആ സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാതാവും ഒരു പിതാവും, ഒരു മാതാപിതാക്കൾ മക്കൾക്ക് എന്ത് കാര്യം ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം, എന്തൊക്കെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് വളരെ മനോഹരമായി പറഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് വിശദീകരണത്തോടുകൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിൽ ഒന്നാമതായി ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ലുഖ്മാൻ റഹിമഹുല്ലാ, അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം എന്താണ്? അഖീദയുടെ കാര്യമാണ്, വിശ്വാസപരമായ കാര്യമാണ്. നോക്കണം, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു, ലുഖ്മാൻ തന്റെ മകന് ഉപദേശം നൽകവേ, സദുപദേശം നൽകവേ അവൻ പറയുന്ന കാര്യം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും മകനെ, പൊന്നുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അളീം, നീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം അത് ഷിർക്കാണ് എന്നുള്ളത് ലുഖ്മാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആദ്യമായി പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് ABCDEFGHIJK അല്ല, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളല്ല. അത് നമ്മൾ പറഞ്ഞു, അതൊന്നും ഒരാൾക്ക് തെറ്റുള്ള കാര്യമല്ല. മക്കളെ പഠിപ്പിച്ചോളൂ, മനോഹരമായ കാര്യങ്ങളൊക്കെ പഠിച്ചു കൊടുക്കുക, വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തോളൂ. പക്ഷെ മക്കൾക്ക് വിശ്വാസകാര്യം നീ പഠിപ്പിച്ചു കൊടുക്കാതെങ്കിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ അമാനത്ത് നീ ശരിക്കും പിൻപറ്റിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അമാനത്തുകൾ പാലിക്കുക എന്നുള്ള കാര്യം നീ പാലിച്ചിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? ഈ തൗഹീദിന്റെ കാര്യമാണ്, അല്ലെ? തൗഹീദ് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? നേരെ വിപരീതം, അതിൽ നിന്നും തെറ്റിപ്പോകുന്ന ഷിർക്കിനെ കുറിച്ചിട്ട് ഗൗരവമായി ഓർമ്മപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലാ തുശ്രിക് ബില്ലാഹ്, ഷിർക്ക് ചെയ്യാൻ പാടില്ല. ചെറിയ കുട്ടിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഷിർക്ക് എന്ന് പറഞ്ഞ നിസാരമായ കാര്യമല്ല, നീ വിചാരിക്കുന്ന പോലെയല്ല. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹു ഏറ്റവും വലിയ അക്രമമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അള്ളാഹു നിന്നെ പടച്ചിരിക്കെ, ഈ കാണുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിരിക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സദാ നിനക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആകാശത്തു നിന്ന് താഴേക്ക് വരുമ്പോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും നിനക്ക് ഇങ്ങനെ ഇറക്കി നൽകിക്കൊണ്ടേയിരിക്കുമ്പോൾ, അള്ളാഹു നൽകിയ വായു ശ്വസിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വെള്ളം കുടിച്ച്, ഭക്ഷണം കഴിച്ച്, അള്ളാഹു നൽകിയ വസ്ത്രം ധരിച്ച്, എന്നിട്ട് നന്ദി പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് കരങ്ങൾ ഉയർത്തുക, അവരോട് തേടുക, അവരോട് ആവശ്യപ്പെടുക എന്ന് പറയുന്ന ഷിർക്കാണ് ദുനിയാവിലുള്ള ഏറ്റവും വലിയ അക്രമം. അത് നീ ചെയ്യാൻ പാടില്ല മകനെ എന്ന് പറഞ്ഞ് തൗഹീദിന്റെ, അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത് എന്ന ബാലപാഠം, എന്ന അടിസ്ഥാന പാഠം, എന്ന ഫൗണ്ടേഷൻ കോഴ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് വളരെ കൃത്യമായി കാണിച്ചു തരാം. ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? വിശ്വാസ കാര്യമാണ്. അതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും? ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അവർക്ക് പറയാൻ പറ്റുന്ന, അവർക്ക് നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. അത് പറയാൻ പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആകാശഭൂമികളെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ നൽകിയ ഓരോ അനുഗ്രഹങ്ങളും മകനെ ഇത് അള്ളാഹു നൽകിയതാണ്, അള്ളാഹുവാണ് പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ശൈലി അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അള്ളാഹുവാണ് ആകാശഭൂമികളെ പഠിച്ചത്, അള്ളാഹുവാണ് കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു തന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിന് മാത്രമേ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സഹായതട്ടങ്ങളും നമ്മുടെ മുഴുവൻ നന്ദി വാക്കുകളും ആ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ മകനെ എന്ന കാര്യം പറഞ്ഞു കൊടുക്കണം. അതിനെ ചുരുക്കി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന വാചകമാണിത്. ഈ വാചകം തന്നെ നമ്മൾ പറയണമെന്നല്ല, ഈ വാചകം അതിനെ കൃത്യമായി സാധൂകരിക്കുന്ന കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ല, ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഷിർക്ക് എന്താന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, ആ വാചകം പറയുക എന്നുള്ളതല്ല. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് ആയത്തോതി കൊടുക്കുക എന്നുള്ളതല്ല. മകന് മനസ്സിലാവേണ്ട എന്താണ് ഷിർക്ക്,
എന്താണ് തൗഹീദ്, അതിനെതിരായിട്ടുള്ള ശിർക്ക് എന്താണ്, നമ്മൾ എന്താണ്, നമുക്ക് അള്ളാഹുവിനുള്ള ബാധ്യത, എന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യത്തെക്കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇത് ചെറിയ പ്രായത്തിൽ ചെയ്യേണ്ട, മനസ്സിൽ നെഞ്ചിൽ കൈവച്ച് ഓരോ മാതാവും പിതാവും ചിന്തിക്കേണ്ട കാര്യമാണ്. മക്കൾക്ക് എപ്പോഴെങ്കിലും തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് തൗഹീദ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പഠിക്കേണ്ടതാണ്, വലിയ വയല് പറയുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വയലൊക്കെ മനസ്സിലാക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി കേൾക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണോ? അല്ല. അതല്ല വലിയ കിതാബ് ഓതി പഠിക്കേണ്ട കാര്യമാണ് എന്നാണോ? അല്ല. ഇത് ചെറിയ മോനോട് പറഞ്ഞ കാര്യമാണ്. ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അളീം. മോനെ ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, തൗഹീദിനെതിരാകുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മകനെ ഇതാ ഇന്ന മതക്കാർ, ഇന്ന ആളുകൾ, ഇന്ന ആചാരങ്ങൾ, ഇതൊക്കെ തൗഹീദിന് ഘടകവിരുദ്ധമായ കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു വന്നതിന്റെ ആകത്തുക എന്ന് പറയുന്നത് മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിനുള്ള വലിയ പാഠമുണ്ട്. നോക്കൂ, അവിടെ തീർന്നില്ല. ലുക്മാൻ റഹിമഹുല്ലാ രണ്ടാമതായി പറഞ്ഞ കാര്യവും വിശ്വാസപരമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സദാ നിന്നെ വീക്ഷിക്കുന്നുണ്ട്, മുറാഖബത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട് എന്ന കാര്യമാണ് ലുക്മാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മോനെ, നീ ഒരു ചെറിയ കാര്യം, അത് മിസ്ഖാല ഹബ്ബ, ഒരു ധാന്യമണി തൂക്കമുള്ള നിസാരമായ കാര്യമാകട്ടെ, അത് നീ ഫതകുൻ ഫി സഖർ, ഒരു പാറക്കകത്ത്, ഒരു പാറ തുരന്ന ഒരു ഗുഹക്കകത്ത് ആരും കാണുന്നില്ല എന്ന രൂപത്തിലേക്ക് നീ കൊണ്ടുപോയി ചെയ്താലും ശരി, ഇനി ആകാശങ്ങൾ ഉയർന്ന് നീ എവിടെയെങ്കിലുമൊക്കെ പോയി ചെയ്താലും ശരി, ഭൂമിയുടെ അകത്തേക്ക് പോയി നീ ചെയ്താലും ശരി, യഅതി ബിഹ അല്ലാഹ്, നീ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, എല്ലാ കാര്യവും സസൂക്ഷ്മമായി അറിയുന്ന, എല്ലാം ആഴത്തിൽ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു റബ്ബ്. അവനാകുന്നു നമ്മളെ റബ്ബ്. ആ റബ്ബ് ആകാശങ്ങളെ പടച്ച റബ്ബിന് ആകാശത്ത് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയാം. ഭൂമിയെ പടച്ച റബ്ബിന് ഭൂമിയിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയാം. ഇരുട്ടിനെ പടച്ച റബ്ബിൽ ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാമെന്ന മുറാഖബത്തിന്റെ, അല്ലാഹു എല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യം ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഈ കാര്യം ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ ഉമ്മാനെയും ഉപ്പാനെയും കാണുമ്പോൾ മാത്രം നിസ്കരിക്കുന്ന, ഉമ്മാനെയും ഉപ്പാനെയും കാണുമ്പോൾ മാത്രം ദീൻ പാലിക്കുന്ന, പുറത്തേക്ക് എത്തിയാൽ, കൂട്ടുകാരോടൊപ്പം എത്തിയാൽ, കോളേജുകളിലേക്ക് എത്തിയാൽ, ക്യാമ്പസുകളിലേക്ക് എത്തിയാൽ ദീനിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെ വലിച്ചെറിയുന്ന, ഒഴിവാക്കി കളയുന്ന മക്കളായി മാറുകയില്ല. കാരണം അവർക്കറിയാം, ഞാൻ എവിടെ വെച്ച് ചെയ്താലും എവിടെ വെച്ച് പ്രവർത്തിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലത്തീഫാണ്, ഖബീറാണ്, അവൻ സസൂക്ഷ്മം അറിയുന്നവനാണ്. അവൻ അറിയാത്തതായ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ആ കാര്യം, ആ പാഠം ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ പ്രായത്തിൽ, ഏതുപോലെ നമ്മൾ ചെറിയ പ്രായത്തിൽ അങ്ങനെ പറയും, ചെറിയ പ്രായത്തിൽ കൊത്തിയാൽ പറഞ്ഞു കൊടുത്താൽ അത് പാറയിൽ കൊത്തിവെച്ചതുപോലെ എന്നാണ്. അല്ലെ, പാറയിൽ കൊത്തിവെച്ച അടയാളങ്ങളൊന്നും കണ്ടിട്ടില്ലേ? പല ചരിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങളുടെ യുഗങ്ങളെ കുറിച്ച് പഠിക്കുന്നത് പാറയിലുള്ള അടയാളങ്ങളാണ്. കാരണം അത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വർഷം മുമ്പ് കൊത്തിവെച്ച അതിൽ വന്ന കാൽപ്പാടുകൾ അത് ഇപ്പോഴും ഉണ്ടാകും. അതേപോലെയാണ് ചെറിയ കുട്ടിക്ക് എന്നാണ്. വലിയ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒന്നും ചെറിയ കുട്ടിക്കില്ല. കാരണം നിഷ്കളങ്കമായിരിക്കുകയാണ്, ഫിത്രത്തിൽ തന്നെ തുടർന്നിരിക്കുകയാണ്. ഈ ഹറാമുകളുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഹറാമുകളുടെ പുകയേറ്റിട്ടില്ലാത്ത, കറയേറ്റിട്ടില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയങ്ങളാണ് ചെറിയ കുട്ടികളുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്ത കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കോലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽബിനെ സൃഷ്ടിച്ചത്. കൽബ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. കൽബ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മക്കൾക്ക് സൃഷ്ടിച്ചു, അവർ കൽബിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ പറയുന്നില്ല എന്ന് മാത്രം. പലർക്കും വലിയ പ്രായമെത്തിയിട്ട് മക്കളെ കുറിച്ചിട്ട് വലിയ പരാതികളും പ്രയാസങ്ങളും ഒക്കെ പല മാതാപിതാക്കളും പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ ഈ ഉത്തരവാദിത്തം ഒക്കെ നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും കൈമലർത്താനേ സാധിക്കുകയുള്ളൂ. ഇവിടെ വളരെ ചെറിയ കുട്ടിയോടാണ് തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. വളരെ ചെറിയ കുട്ടിയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല മകനെ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെറിയ പ്രായത്തിലാണ്. ഇനി നോക്കൂ, മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ചെറിയ പ്രായത്തിൽ, അദ്ദേഹം 13-14 വയസ്സുണ്ടാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുന്നത് തന്നെ. അത്രയും ചെറിയ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിക്കാൻ ഭാഗ്യം സാധിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവിന്റെ മകനാണ് ആര്? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പിൽക്കാലം പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒരു വാഹനപ്പുറത്ത്,
ഒട്ടകപ്പുറത്തോ മറ്റോ ഇരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇങ്ങനെ കൊണ്ടുപോവുകയുണ്ടായി. കൊണ്ടുപോകുന്നതിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, അല്ലെ മകനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമായിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറഞ്ഞത്? നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. ഇഹ്ഫദില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്തെല്ലാമാണോ ദീനിന്റെ നിയമങ്ങളായി പാലിച്ചിട്ടുള്ളത് അത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യണം? നീ പാലിക്കണം. എങ്കിൽ അള്ളാഹിന്റെ സംരക്ഷണം നിനക്ക് ലഭിക്കും. നിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതായ പ്രയാസങ്ങളിൽ നിന്നാകട്ടെ, നിന്റെ ദീൻ തന്നെ തെറ്റിപ്പോകുന്ന പ്രയാസങ്ങളിൽ നിന്നാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സംരക്ഷണമേകും. നീ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കണം. ഇഹ്ഫദില്ലാ, നീ അള്ളാഹിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കണം, അള്ളാഹിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക്, നിന്റെ മുമ്പിൽ അള്ളാഹിനെ നിനക്ക് ഏതൊരു സഹായത്തിനും കാണാൻ സാധിക്കും. എന്താവശ്യമുണ്ടോ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനടി നിനക്കത് നൽകി തരണമെങ്കിൽ, അത് തരണമെങ്കിൽ നീ അള്ളാഹിനനുസരിച്ച് ജീവിക്കണം. പലപ്പോഴും ആളുകൾക്ക് അവരുടെ സഹായങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് വേഗം ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയും. പല കാരണങ്ങൾ അതിനുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറഞ്ഞ കാര്യമാണ്. അള്ളാഹിനോട് ചോദിക്കുന്നതിന് മുമ്പ് ഇത്രയും കാലം നന്ദികെട്ടവരായി ജീവിക്കുകയും അങ്ങനെ കുടുങ്ങിയ വേളയിൽ മാത്രം അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയരുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള അവസ്ഥ അത് വേറെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പരിഗണിക്കുക. അവൻ എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർ ചോദിക്കുമ്പോൾ അള്ളാഹു തആല അവനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. അള്ളാഹിനനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കും. അള്ളാഹിനനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹു നിന്റെ സഹായിയായി നിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകും. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന തൗഹീദിന്റെ വാചകങ്ങൾ തന്നെ. ഇദാ സഅൽത ഫസ്അലില്ലാ, ഒരാവശ്യം വന്ന് വല്ല കാര്യം ചോദിക്കുമ്പോൾ നീ അള്ളാഹിനോട് തന്നെ ചോദിക്കണം, അള്ളാഹിനോട് ചോദിക്കണം. അപ്പൊ ഇബ്നു അബ്ബാസ് അള്ളാഹിന് ഒരിക്കലും എന്ന് മറുപടി പറഞ്ഞിട്ടില്ല, ഞാൻ ഉമ്മാനോട് ചോദിക്കാറുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ ആൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പറയാറുണ്ട്, എല്ലാം അള്ളാഹിനോട് ചോദിക്കാമെന്ന് നിങ്ങൾ വീട്ടിലെ ഡോക്ടറോട് രോഗം മാറാൻ പോയി ചോദിക്കാറില്ലേ? അതുപോലെ തന്നെ ഉമ്മനോടൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ അള്ളാഹിനോടാണ് ചോദിക്കുന്നത്, ഉമ്മനോടല്ലേ ചോദിക്കുക, അപ്പൊ ഉമ്മനോട് ചോദിക്കില്ലേ? സഹോദരങ്ങൾ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചോദ്യം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യം, അത് അള്ളാഹ്ക്ക് മാത്രം ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണ്, അത് അള്ളാഹിനോടേ ചോദിക്കാവൂ. രണ്ട്, മനുഷ്യരോട് ചോദിക്കാവുന്ന അനുവാദമുള്ള കാര്യം, അത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നിങ്ങനെ, എങ്ങനെയാണ് അള്ളാഹിനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞത്? കാരണം അത് അറിയാം. നീ ചോദിക്കുമ്പോൾ അള്ളാഹിനോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ അത് അറിയുന്ന കാര്യമാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹിനോടേ ചോദിക്കാവൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അതുകൊണ്ട് ഒരിക്കലും എന്തുദ്ദേശിക്കുന്നില്ല, നീ ഒരാളോട് വെള്ളത്തിന് ചോദിക്കാൻ പാടില്ല, വെള്ളമൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത്? ഒരിക്കലുമല്ല. മറിച്ച് അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. നിനക്ക് റിസ്ക് വേണോ? അള്ളാഹിനോട് ചോദിക്കണം. നിനക്ക് റിസ്ക് വേണം, അള്ളാഹിനോട് ചോദിക്കണം. സ്വർഗം വേണം, അള്ളാഹിനോട് ചോദിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അള്ളാഹിനോട് ചോദിക്കണം. പാപങ്ങൾ ചെയ്തു പോയിട്ട് മഗ്ഫിറത്ത് വേണോ? അള്ളാഹിനോട് ചോദിക്കണം. ഇങ്ങനെയുള്ള നിന്റെ പ്രാർത്ഥനയും സഹായതട്ടങ്ങളും ഒക്കെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അഖിലവും അള്ളാഹു തആലയോട് തന്നെ ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുന്ന വേളയിൽ എന്ത് ചെയ്യണം? നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ പ്രാർത്ഥനയും സഹായതട്ടവും ചോദ്യവും ഇസ്തിആനത്തും ഒക്കെ ചെറിയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാണ്. നീ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. അപ്പൊ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ, ഊട്ടുറുപ്പിക്കേണ്ടതായ കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ കാണിച്ചു തരികയാണ്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്? ഇത് മാതൃകയാണ്, ഇത് ലോകർക്കുള്ള മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്കുള്ള മാതൃകയാണ്. ചെറിയ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു കൊടുത്തു, വഅലം, മോനെ നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക്. ഈ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളും നിനക്കൊരു ഉപകാരം ചെയ്തു തരാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ നിനക്ക് സംഭവിക്കൂ എന്ന് എഴുതിയിട്ടുണ്ട്. അതേ നിനക്ക് സംഭവിക്കുകയുള്ളൂ, അതിന്റെ അപ്പുറത്തൊരു ഉപകാരം നിനക്ക് ലഭിക്കുകയില്ല എന്നാണ്. ഇത് കേൾക്കുമ്പോൾ വേളയിൽ എന്താണ് നമുക്ക് ചിന്ത ഉണ്ടാക്കേണ്ടത്? നമുക്ക് ദുനിയാവിൽ പല നേട്ടങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും ആ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഹറാമുകൾ ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും. എന്നാൽ തിരിച്ചറിയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിനക്ക് എന്തെന്ത് കാര്യങ്ങളെ ഉണ്ടാവൂ എന്ന് നേരത്തെ എഴുതിയതാണ്. അത് നേരത്തെ അതേ നിനക്ക് കിട്ടുകയുള്ളൂ. ഹറാമിന്റെ മാർഗത്തിൽ പോയാലും ശരി, ഹലാലിന്റെ മാർഗത്തിൽ പോയാലും ശരി, അള്ളാഹു എഴുതിയതേ നിനക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നീ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് എഴുതിയത് ലഭിക്കുകയും ചെയ്യും, നീ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതല്ലാതെ ഒരുപാട് രീതിയിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പുതുതായി ഒന്നും കണ്ടെത്താൻ കഴിയില്ല. പലർക്കും ഈ ഒരു യഖീൻ ഇല്ലാത്തതുകൊണ്ട്
ഹറാമുകളിലേക്ക് പെട്ടെന്ന് ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്ന വേളയിൽ അവർക്ക് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറെ റിസ്ക് കിട്ടുകയില്ല. റിസ്ക് കുറെ കിട്ടണമെങ്കിൽ ഹറാമിന്റെ വഴി തിരഞ്ഞെടുക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ ഈ സാധുവിന് അറിയില്ല. അവൻ ആ ഹറാമായ വഴി ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിനക്ക് എഴുതി വെച്ചിട്ടുള്ള റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. അത് ഒരിറക്ക് വെള്ളമാണെങ്കിലും ശരി, അത് കുടിച്ചിട്ടല്ലാതെ നീ ലോകത്തുനിന്ന് മരിച്ചു പോവുകയില്ല. അങ്ങ് മരിക്കാൻ സാധിക്കുകയില്ല. അവസാനമായി ഒരു വെള്ളത്തിന്റെ ഒരു ഇറക്ക് നീ കുടിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിമിഷം കൂടി ബാക്കി വെച്ച് നീ ആ വെള്ളവും കൂടി കുടിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഈ ലോകത്തുനിന്ന് മരിപ്പിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട, എല്ലാവരും കൂടി നിനക്ക് എല്ലാ ഉപകാരം ചെയ്യാൻ ശ്രദ്ധിച്ചാലും ശരി, അള്ളാഹ് നേരത്തെ കാര്യം എഴുതിയിട്ടുണ്ട്, അതേ കിട്ടുള്ളൂ. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുൽ തവക്കുൽ ചെയ്യുക, അള്ളാഹുൽ തവക്കുൽ ചെയ്ത് ജീവിക്കുക. എന്താണ് അള്ളാഹുൽ തവക്കുൽ ചെയ്ത് ജീവിക്കുക എന്നാണ്? കൈകെട്ടിയിരിക്കുക എന്നാണോ? അല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മാർഗങ്ങൾ പാലിക്കുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഖൽബ് ബന്ധിപ്പിക്കുകയും അള്ളാഹിനോട് തേടുകയും ചെയ്യുക എന്നാണ്. അള്ളാഹ് പറഞ്ഞ അനുവദിക്കപ്പെട്ട മാർഗങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് അള്ളാഹിനോട് തേടുക. അതാണ് ചെയ്യേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതല്ലാതെ ഹറാമായ മാർഗങ്ങളിലേക്ക് പോകേണ്ടതില്ല. അള്ളാഹ് എഴുതിയതല്ലാതെ കിട്ടുകയില്ല. എന്നിട്ട് പുറവും പറഞ്ഞു, വലൗ ഇജ്തമഉ അലാ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. ഈ ലോകം മുഴുവനും നിന്നെ നശിപ്പിക്കാൻ, ഉപദ്രവിക്കാൻ ഒരുമ്പെട്ടാൽ അവരെല്ലാവരും വേണ്ടി അതിന് പരിശ്രമിച്ചാലും ശരി, മകനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരു മുള്ള് തറക്കണമെങ്കിൽ, ഒരു ഉപദ്രവം ഏൽക്കണമെങ്കിൽ അള്ളാഹു ഇത് എഴുതിയിട്ടുണ്ട്, അതേ ഏൽക്കുകയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള ബേജാറും പേടിയൊന്നും വേണ്ടതില്ല. അന്യായമായ അനാവശ്യമായ പേടി വേണ്ടതില്ല. ഒരു മുസ്ലിം ധൈര്യശാലിയാണ്, ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ എന്താണ് ഈ പറയുന്നതിന്റെ ഫായിദ? എന്താണ്? പലപ്പോഴും പലർക്കും ദീൻ ഉപേക്ഷിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ദീനിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്ത് ദീനിനെ മാറ്റിവെച്ച് ദീനിനെ സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കാനുള്ള പല കാരണവും എന്താണ്? ഇങ്ങനെയൊക്കെ ദീനിയായി ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലെ ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഇതാണ് പലരുടെയും പ്രശ്നം. ദീനിന്റെ ചിഹ്നം കാണിച്ചാൽ, ദീനിന്റെ അടയാളങ്ങൾ കാണിച്ചാൽ, ദീൻ അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പലരും നമ്മൾ ഉപദ്രവിച്ചേക്കുമെന്നുള്ള പിശാചിട്ട് കൊടുക്കുന്ന പേടിയാണ് പലപ്പോഴും പലർക്കും ദീന് പുറത്തേക്ക് കാണിക്കാതെ, ദീൻ അങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ആരും അറിയാതെ പല കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള കാരണം അതാണ്. മനസ്സിലാക്കണം, ദീനിന് വേണ്ടി ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ആർക്കും ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല, അള്ളാഹു നേരത്തെ ഉദ്ദേശിച്ച കാര്യങ്ങളല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യേണ്ടതില്ല, അത് യഖീനാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഉപദ്രവമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ദീൻ അനുസരിച്ച് തവക്കുൽ ചെയ്യുക, അള്ളാഹുൽ ബരമേൽപ്പിച്ചുകൊണ്ട് ദീൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് വരാൻ തയ്യാറാവുക. അത് നിങ്ങൾ തയ്യാറാവുക. അള്ളാഹു തആല റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹുഫ്, ഈ എഴുതിയ പേന ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല പേനയെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേന മുഴുവനും എഴുതിയിട്ട് അത് ഉയർന്നു കഴിഞ്ഞിട്ടു. വജഫത്തി സുഹുഫ്, അതുപോലെ ഉയർന്നതിന് ശേഷം ആ ഏടുകളൊക്കെ ഉണങ്ങിയും പോയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് മാറ്റത്തിരുത്തലില്ല. ലൗഹുൽ മഹ്ഫൂദിൽ മാറ്റത്തിരുത്തലുകൾക്കില്ല, അതിന് ഇടമില്ല. അതുകൊണ്ട് ആരെയും പേടിച്ചുകൊണ്ട് നീ ദീൻ ഉപേക്ഷിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നീ ദീൻ ഉപേക്ഷിക്കേണ്ടതില്ല. അള്ളാഹുൽ തവക്കുൽ പൂർണ്ണമായി റബ്ബിൽ മരമേൽപ്പിച്ചുകൊണ്ട് നീ ദീൻ അനുസരിച്ച് ജീവിക്കുക. മകനെ, ചെറിയ പ്രായത്തിൽ ചെറിയ മകനെ തൗഹീദിന്റെ പാഠങ്ങളും അള്ളാഹുവിനനുസരിക്കേണ്ടത് പ്രാധാന്യവും അള്ളാഹുവിനനുസരിച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ഉറച്ച ബോധ്യവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ചെറിയ പ്രായത്തിൽ മക്കൾക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ആയിരിക്കണം നമ്മുടെ എല്ലാ ലക്ഷ്യവും. നമ്മുടെ മക്കളെ ഉണ്ടായ മുതൽ നമ്മുടെ ചിന്ത അതായിരിക്കണം. അതുപോലെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാളെ ഭാവിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകി അനുഗ്രഹിക്കാൻ സാധ്യതയുള്ള ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ മക്കളെ നൽകിയപ്പോൾ ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൂടിയുള്ള മാതൃക അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം അള്ളാഹുവിന്റെ അമ്പിയാക്കൾ വരെ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ നബിയല്ലേ, ഞാൻ നബിയായി കഴിഞ്ഞാൽ അള്ളാഹു എന്തായാലും എന്നെ പരിഗണിക്കുമല്ലോ എന്നല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയാക്കൾ അവർക്ക് കുട്ടികളെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അള്ളാഹു തആല പറയുന്നുണ്ട്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ എനിക്ക് സാലിഹീങ്ങളിൽ നിന്നും നീ മക്കളെ പ്രാധാന്യം ചെയ്യണേ, നല്ല സാലിഹീങ്ങളായ മക്കളെ നൽകണേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി മിൻ ദുർരിയത്തി, റബ്ബേ എന്നെയും എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട എന്റെ മക്കളെയും ഒക്കെ ആക്കണം. അങ്ങനെ എന്താക്കണം? മുഖീമസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരാക്കണം.
നമ്മൾ പലപ്പോഴും